ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. ഫുള്ളില്ല, ഞാൻ പകുതി വരെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു കേക്ക് കഴിച്ചു. ഇത് പാൽ കേക്കാണ് കേട്ടോ. ഇവിടെ നോർമലി ഇതിനെ വെട്ട് കേക്ക് എന്നാണ് പറയുക. അതിൻ്റെ നടുക്ക് കൂടെ ഒരു വെട്ട് കണ്ടോ, അതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത്. പിന്നെ പാൽ കേക്ക് എന്നാണ് ഇതിൻ്റെ പേര് തോന്നുന്നത്. അപ്പം ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവള് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്കും കൊടുത്തു. പിന്നെ ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാനും കഴിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ അവൾക്ക് ഞാൻ വീണ്ടും കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ആണെങ്കിൽ എഴുന്നേറ്റപ്പാട് തന്നെ ഭയങ്കര തലവേദനയായിരുന്നു. ഇന്ന് നൈറ്റേ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ നൈറ്റ് ഗുളിക ഒന്നും കഴിക്കാതെ കിടന്നുകൊണ്ട് മോർണിംഗും അതുണ്ടായിരുന്നു. തലേ ദിവസം ഞാൻ ഒരുപാട് പൊടി അടിച്ചു. പൊടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആണോയെന്നറിയില്ല, ഭയങ്കര തലവേദനയായിരുന്നു. പിന്നെ ഞാൻ അനിയത്തി ഇവളെയും കൊണ്ട് വന്നു, വാവേനെയും കൊണ്ട് വന്നപ്പോൾ പിന്നെ ഞാൻ അവൾക്കും കൊടുത്തു. വാവയാണെങ്കിൽ അവൾക്ക് കൊടുക്കാണ്ട് തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളിങ്ങനെ നോക്കിയിരിക്കും. എന്തൊരു ക്യൂട്ടല്ല അവൾ നോക്കുന്നതാണ്. അപ്പോൾ അവളിങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവൾക്കും കൊടുത്തു. കൊടുത്തില്ലെങ്കിൽ കയ്യിൽ തട്ടിപ്പറിക്കും, ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിങ്ങനെ വലിച്ച് നീക്കും. അപ്പം ഞാൻ അവൾക്കും അത് കൊടുത്ത് ഒരു മെഡിസിൻ്റെ ഒരു പകുതി ഭാഗം കഴിച്ചു. ഫുള്ള് കഴിക്കില്ല, ഫുള്ള് ആവില്ല, ഞാൻ എവിടെയെങ്കിലും പോയി സൈഡാവും. അപ്പം അതുകൊണ്ട് ഞാനൊരു പകുതി ഭാഗം കഴിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അച്ഛൻ കപ്പ കൊണ്ടുവന്നു. അച്ഛന് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലും കണ്ട അപ്പം വാങ്ങിച്ചുകൊണ്ടിരും. അപ്പം അച്ഛൻ കപ്പ കൊണ്ടുവന്നു. ഇന്നാണെങ്കിൽ വീടിൻ്റെ മേലെ ടെറസിൽ ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് ഒരു ചേട്ടനും കൂടിയിട്ട്, അപ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ അത് ഞാൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അനിയത്തി, ഇത് ഫുള്ള് ഞാനല്ല നന്നാക്കി, കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും സിസ്റ്റർ അനിയത്തിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു നന്നാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും നന്നാക്കി. ഞാനത് നുറുക്കി കൊടുത്തിരുന്നു, പക്ഷെ ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തലവേദന കൂടി, ഇപ്പോൾ ഞാൻ പോയി കിടന്നു. അപ്പോൾ നോക്കുമ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തി അതിനുള്ളത് ഒക്കെ റെഡിയാക്കുകയാണ്, ചിക്കനുള്ളത്. ഞാൻ അധികം നേരം ഒന്നും നിന്നില്ല കേട്ടോ. ഈ ഉള്ളീൻ്റെ സ്മെല്ലും പുകയൊക്കെ കൂടെ ആയിട്ട് എനിക്ക് മെഡിസിൻ എടുത്തിട്ട് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പോയി കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉച്ചയായപ്പോൾ പിന്നെ അവർക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കുറച്ച് പച്ചക്കറി അരിഞ്ഞു കൊടുത്തു. ഇപ്പോൾ എനിക്ക് കുറച്ച് കുറഞ്ഞായിരുന്നു ആ ടൈം ആയപ്പോഴത്തേനും. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറി അമ്മയ്ക്ക് അരിഞ്ഞു കൊടുത്തു. ഞാനല്ല വെച്ചത്, അമ്മയാണ് വെച്ചത്. ഞാൻ അരിഞ്ഞു കൊടുത്തിട്ട് പോവുക ചെയ്ത്, അരിഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് പിന്നെയും കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. എന്താണെന്നറിയില്ല, ഇനിയിപ്പോൾ ഭയങ്കരമായിട്ട് പൊടി അടിച്ചായിരുന്നു. ഞാൻ നല്ല രീതിക്ക് പൊടി അടിച്ചായിരുന്നു. ഈ സിമെൻറ്റിൻ്റെ പൊടിയൊക്കെ കൂടെ മുറ്റം അടിച്ച് വാരിയപ്പോഴും അടിച്ച് വാരിയപ്പോൾ ഭയങ്കര പൊടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തലവേദനയായിട്ട് ഞാൻ പിന്നെ പോയി കിടന്നുറങ്ങി. ഇത് പിന്നെ പച്ചക്കറീൻ്റെ തൊലിയൊക്കെ ചെത്തിയ സമയത്ത് എനിക്ക് കയ്യിലിങ്ങനെ മുറിവായിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെറുതായിട്ട്. പിന്നെ അപ്പോൾ ഞാൻ ഇതെടുത്തിട്ടു, ഇല്ലെങ്കിൽ ഒക്കെ കൂടെ ഇറച്ചി സാമ്പാറാവും, കൈ മുറിച്ച് അതിനകത്തിടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്തിട്ട് ആ കയ്യൊറ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ചെയ്തില്ല. കുറേ നേരം ഞാൻ പിന്നെ വെറുതെ ഇരിക്കുകയാണ് ചെയ്തത്. പക്ഷേ കിടന്നിട്ട് ഉറങ്ങാനൊന്നും പറ്റില്ലായിരുന്നു, കാരണം ഫുള്ള് തട്ടും മുട്ടൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾക്ക് അടുക്കള സൈഡിൻ്റെ ആ സൈഡ് തേച്ച് കഴിഞ്ഞു. അപ്പോൾ ആ സൈഡ് തേച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള ഈ പലക കഷ്ണവും അതുപോലെ കവുങ്ങിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടെ അത് എടുത്ത് മാറ്റുമായിരുന്നു. എനിക്ക് പൊന്താത്തൊരു കഷ്ണം ഞാൻ എടുത്ത് പൊക്കിയതാ. പിന്നെ ഞാനത് അവിടെ തന്നെ ഇട്ടിട്ട് പോയി. പിന്നെ ഞാനും അമ്മയും കൂടെ അതെടുത്ത് കഴിഞ്ഞു. കുറച്ച് ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്കാണ് കേട്ടോ, ഉച്ച വരെ ഒരു മണിക്ക് മുന്നേ ആണ് ഇതെന്തായാലും. 1 മണിയായി കഴിയുമ്പോൾ പിന്നെ ഞാൻ തിരക്കായി പോകും. അപ്പോൾ കുറച്ച് നേരം നോക്കി. പിന്നെ നോക്കുമ്പോൾ എവിടെ നിന്നില്ലാത്ത ഉറക്കം വരിക. ബുക്ക് തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉറക്കം വരിക. എന്ത് കാട്ടാനാ. അല്ലാത്ത സമയത്ത് ബുക്ക് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയില്ല. ബുക്ക് തുറന്ന് കഴിയുമ്പോൾ ഉറക്കം വരാം. ഞാനാണെങ്കിൽ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് ആകെ 2-3 തവണ എടുത്ത് നോക്കിയിട്ടുള്ളൂ. ഒന്നും തിരിയുന്നുമില്ല. ഒരു ആവേശത്തിന് കയറി എടുക്കുകയും ചെയ്തു, പണ്ടാരടങ്ങാൻ. ഇനിയിപ്പോൾ ഇത് ഫുള്ള് പഠിച്ച് തീർക്കണം എന്നുള്ളതെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് തിന്നില്ല. ഞാൻ രാവിലത്തെ കപ്പയാണ് തിന്നത്. രാവിലത്തെ കപ്പയും ചിക്കനുമാണ് ഞാൻ തിന്നത്. ഉച്ചയ്ക്ക് ഞാൻ ചോറ് തിന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.